ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് താമരയുടെ വിത്ത് ഓൺലൈനിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിത് മുളക്കോ നോക്കാലോ. ഈ താമര വിത്തിന് 2 വശങ്ങളുണ്ട്. അതിൻ്റെ ഒരു വശം കുഴിഞ്ഞിട്ടും മറ്റേ വശം കൂർത്തിട്ടും ഉള്ളത്. ഇതാണ് അതിൻ്റെ കൂർത്ത വശം. ഇതിൻ്റെ കുഴിഞ്ഞ വശമാണ് നമ്മൾ നിലത്ത് വരക്കേണ്ടത്. നല്ലപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെളുത്ത ഭാഗം കാണുന്നുണ്ട്. ഇതാണ് നമ്മൾ മുളപ്പിക്കാൻ വരേണ്ടത്. ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ട്. ഇതുപോലെ 20 വിത്തുകളുണ്ട്. നമ്മളതുപോലെ മുളപ്പിക്കാൻ വെക്കുന്നുണ്ട്. താമരയുടെ വിത്തിട്ട് 2-ാം ദിവസമാണ്. ദിവസം ഇത് വെള്ളം മാറ്റിക്കൊണ്ടേയിരിക്കണം. ഇത് കണ്ടോ, ഇത് 7-ാമത്തെ ദിവസം മുളച്ചു വന്നതാണ്. ഇതിന് ഇല വന്നിട്ടില്ല, മുളച്ചു വന്നതേ ഉള്ളൂ. ഇതിന് ഇല വന്ന് തുടങ്ങിയിട്ടില്ല. അതാ ഇനിയിപ്പം നമ്മൾ ഇത് നടുമ്പം ഇതിന് ഇല വരും. ഇതിന് ഇല വന്ന ശേഷം നമ്മളൊരു വട്ട എടുക്കുക. വട്ടയിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് കായ്വളമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് ചളി ഇട്ട് കൊടുക്കണം. അതിലാണ് നമ്മൾ ഈ മുളച്ച തൈ നട്ടു കൊടുക്കേണ്ടത്. അത് ഇല വന്നതിന് ശേഷം മാത്രമേ നടാൻ പാടില്ല. ഇത് 12-ാം ദിവസം വന്ന ഇലയാണ്. ചെറിയ ഇലകളായിട്ടുണ്ട്. ഇത് 15 ദിവസം വന്ന ഇലകളാണ്. ഈ താമര പൂക്കൾ വിരിഞ്ഞതിന് ശേഷം ബാക്കി വീഡിയോസ് ഇടാം.